വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കണ്ണൂരിലൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ് കൽമാസ്. കൽമാസ് പല ഫില്ലിംഗ് വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഫിഷ് പ്രോൺസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമുക്ക് ചിക്കൻ ഫില്ലിംഗ് കൊടുത്തുകൊണ്ടുള്ള ഒരു കൽമാസ് കാണാം. കൽമാസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഡോ ഉണ്ടാക്കണം. ഈ കൽമാസ് എന്ന് പറയുന്നത് അരിമാവിൻ്റെ ഒരു ഡോ ഉണ്ടാവും. അതിനകത്താണ് നമ്മൾ ഫില്ലിംഗ് കൊടുക്കുക. പിടിയും അല്ലെ കൊഴുക്കട്ടയൊക്കെ പോലത്തെ ഡോ ആണ് ഉണ്ടാക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡോ ഉണ്ടാക്കാം. ഡോ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാനായിട്ടുണ്ട്. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 3/4 കപ്പ് തേങ്ങ, തിരുമിയ തേങ്ങ, 2 ചുവന്നുള്ളി, ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ ജീരകം. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരയണ്ട, ഒന്ന് ചതച്ചെടുക്കുക. ചതച്ചെടുത്തു, ഒരുപാട് അരഞ്ഞിട്ടില്ല, ചതച്ചെടുത്തു. ഇതൊന്ന് മാറ്റി വെക്കാം. ഈ സോസ് പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് അരിപ്പൊടി, ഇത് നമ്മൾ പത്തിരി ഇടിയപ്പത്തിൻ്റെയൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ്. വറുത്ത അരിപ്പൊടി, ഫൈനായിട്ടുള്ള പൊടി. 1 കപ്പ് അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ മിക്സ്ചർ ഇത് ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പം അരച്ച തേങ്ങയും അരിപ്പൊടിയും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോ അരിപ്പൊടിക്കും വെള്ളം ചേർക്കുമ്പോൾ അതിന് വ്യത്യാസം വരും. അതുകൊണ്ട് നോക്കിയിട്ട് ഗ്രാജുവലി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കുക. നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് തിളപ്പിച്ചത്. അതിൻ്റെ 3/4 ഭാഗവും ഞാൻ യൂസ് ചെയ്ത് കുറച്ച് ബാക്കിയുള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സ്മൂത്ത് ഡോ ആക്കുക. ഇച്ചിരി നല്ല അയവിലാണ് ഇപ്പോൾ ഞാൻ കുഴച്ചേക്കുന്നത്. അടച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ കൽമാസിനുള്ള ഫില്ലിംഗ് ആണ് അടുത്ത സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഹീറ്റ് ചെയ്യാം. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ. എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് സവോള, ഒരു വലിയ സവോള ചോപ്പ് ചെയ്താണ് എടുത്തേക്കുന്നത്, ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് ചേർക്കാം. സവോള ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ കുക്ക് ചെയ്യാം. സവോള നന്നായിട്ട് സോഫ്റ്റായി. ഈ സമയത്ത് നിറമൊന്നും മാറിയിട്ടില്ല. ഈ സമയത്ത് ഇഞ്ചി ചതച്ചത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി 1.5 ടീസ്പൂൺ ചതച്ചത്, ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത്, എല്ലാം ഇട്ട് വീണ്ടും ഒന്ന് വഴറ്റുക. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വന്നു. ഈ സമയത്ത് കുറച്ച് മസാല പൊടികൾ ചേർക്കാനായിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഗരം മസാലയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. പച്ചമണം മാറണം, മസാലയുടെയൊക്കെ പച്ചക്കുത്ത് മാറണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. 200 ഗ്രാം ചിക്കനാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ബോൺലെസ് ചിക്കൻ തൈസ് ആണ്. ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിക്കാം.
ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ട് വേണമെങ്കിലും ഇടാം. കൂടുതലും ടേസ്റ്റ് ഡയറക്റ്റ് ഇടുന്നതാണ്. ചെറിയ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്തിട്ടേക്കുക. മസാല എല്ലാത്തിലും കൂട്ടിടാവുന്ന വരെ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ചും കൂടെ ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 1/4 കപ്പ് വെള്ളം ചേർത്ത് ചിക്കൻ കുക്കാവുന്ന വരെ കുക്ക് ചെയ്തെടുക്കും. അഞ്ച് മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തു. അതിനകത്ത് വെള്ളം എല്ലാം പറ്റി. നമുക്കിതിനകത്തേക്ക് കുറച്ച് മല്ലിയില ചേർക്കാനുണ്ട്. കുറച്ച് കുരുമുളക് പൊടി. ഫില്ലിംഗ് ഡ്രൈ ആകുന്ന വരെ കുക്ക് ചെയ്യാം. ഒട്ടും ഗ്രേവി വേണ്ട, ആ രീതിയിൽ ഡ്രൈ ആക്കി എടുക്കുക. അപ്പം നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇത് കൂളാവാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ ഫില്ലിംഗ് കൂളാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഡോ റെഡിയാക്കി എടുക്കാം. ഇത് കൈ വെച്ച് നന്നായിട്ട് കുഴയ്ക്കുക. നമ്മുടെ ഡോ റെഡിയാണ്, ഫില്ലിങ്ങും റെഡിയാണ്. ഇനി നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം. കൽമാസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കയ്യിൽ എണ്ണ നന്നായിട്ട് തേക്കുക. ഇതേപോലെ കുറച്ച് മാവ് എടുക്കുക. നന്നായിട്ടൊന്ന് പരത്താം. ഇതിലേക്ക് കുറച്ച് ഫില്ലിങ്. ഫില്ലിങ് ഇട്ട ശേഷം ഒന്ന് കവർ ചെയ്യുക. ഈ കൈ വെച്ച് ഇങ്ങനെ ഷേപ്പ് കൊടുക്കുക, ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന പോലെ. ഇതേപോലെ ബാക്കിയുള്ള മിക്സർ ഇതേപോലെ ചെയ്തെടുക്കുക. ഒത്തിരി തിക്കാണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ഒത്തിരി മാവ് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഫില്ലിങ് കൂടുതൽ വരുന്ന രീതിയിൽ മാവ് ഒന്ന് ഫ്ലാറ്റ് ആക്കിയിട്ട് പരത്തുക. നമ്മൾ കൽമാസ് എല്ലാം ഫില്ല് ചെയ്തെടുത്തു, ഷേപ്പ് ചെയ്തു. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഞാൻ ഇച്ചിരി വലിയ സൈസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇച്ചിരി ചെറുതാക്കുവാണെങ്കിൽ ഒരു 12 എണ്ണമൊക്കെ കിട്ടും ഈ അളവിൽ. സ്റ്റീമറിൽ ഞാൻ വാഴയില വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നും വെക്കുക. ഇപ്പം സ്റ്റീമറിൽ ഞാനൊരു 6 എണ്ണം വെച്ചിട്ടുണ്ട്. ഇത്രയും അതിനകത്ത് കൊള്ളത്തുള്ളൂ. ഇതിനെ അടച്ചു വെച്ച് ഒരു 15-20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ സ്റ്റീം ചെയ്തെടുക്കണം. അപ്പം 15 മിനിറ്റോളം നമ്മൾ സ്റ്റീം ചെയ്യുമായിരുന്നു. നന്നായിട്ട് കുക്ക്ഡായിട്ടുണ്ട്. ഇത് കൂളാവണം. കൂളാവുന്ന വരെ ഒന്ന് ഓഫ് ചെയ്തിടാം. ഇത് നന്നായിട്ട് കൂളാവുന്ന സമയം കൊണ്ട് നമുക്കൊരു ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ചുപ്പ്, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർക്കാം.
പേസ്റ്റ് ആക്കി എടുക്കുക. ഞാൻ 2.5 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില മുറിച്ചിടാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ കൽമാസും എടുത്ത് ഈ ചില്ലി പേസ്റ്റിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ആദ്യം ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ ഹീറ്റ് ചെയ്യാം. പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ 2 ടേബിൾ സ്പൂൺ മതിയാവും. എണ്ണ ചൂടാകുന്ന സമയത്തിൽ ഓരോന്ന് ഇതിലേക്ക് ഡിപ്പ് ചെയ്യുക. ചൂടായ എണ്ണയിലേക്ക് ഇടാം. ഇത് ഒത്തിരി നേരമായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. മുളക് പൊടിയുടെ പച്ചമണം മാറുന്ന ഒരു പരുവം മാത്രം മതി. ഈ കൽമാസ് ഉണ്ടാക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ടേൺ ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും പച്ചമണം മാറണം മുളക് പൊടിയുടെ. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. അതൊരു ആഡഡ് ഫ്ലേവറാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കൽമാസ് നിങ്ങൾ കണ്ടു ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, കണ്ടാൽ തന്നെ ഡിഫറെൻ്റ് ആണ്, ടേസ്റ്റും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫില്ലിങ്ങിലാണ്. അപ്പോൾ ഫില്ലിങ് ഇച്ചിരി സ്പൈസി ആയിട്ട് കൊടുത്താണ് യൂഷ്വലി നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഈ കൽമാസ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.